രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ചോജാമി ദുർമതിത്വം തേ കാഹി പ്രാജ്ഞാപ്രഹർഷയേത് ഹരേഹ് സപത്നീപുത്രസ്യ വൃദ്ധിം മൃത്യോരിവാഗതം. ഈ ലോകത്തിൽ ആരാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തില് സന്തോഷിക്കുക, അതില് ഉത്സവം ആഘോഷിക്കുക? നിന്റെ ഈ ബുദ്ധിഹീനത കണ്ടിട്ട് എനിക്ക് നിന്നോട് വളരെയേറെ ദുഃഖം തോന്നുന്നു. നിന്റെ അവസ്ഥ ഇങ്ങനെയായിപ്പോയല്ലോ എന്ന് കണ്ടിട്ട് നിന്നോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. നീ ഈ പ്രകാരത്തിൽ ആനന്ദിപ്പിക്കുമ്പോ ഈ ലോകത്തിൽ വിവരമുള്ള ആരെങ്കിലും ബുദ്ധിയുള്ള ആരെങ്കിലും ഇത്തരം ഒരു സാഹചര്യത്തിൽ ആനന്ദിക്കുമോ? യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് സപത്നീപുത്രന് ഇതാ വലിയ അഭ്യുദയം വരുന്നു. സപത്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിന് ഒന്നിലേറെ പത്നിമാരുള്ളപ്പോ, ദശരഥൻ അങ്ങനെയാണല്ലോ, 3 പത്നിമാരുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ആ പത്നിമാർ തമ്മിലുള്ളതായ ബന്ധം, അതിനാണ് സപത്നീത്വം എന്ന് പറയുക. സപത്നിമാര് തമ്മില് മാത്സര്യം സ്വാഭാവികമാണ്. ഭർത്താവിന്റെ സ്നേഹം കൂടുതലായി പിടിച്ചെടുക്കാനും അതേപോലെ അധികാരം, സ്ഥാനമാനങ്ങൾ ഇത്യാദികളെല്ലാം തന്നിൽ തന്നെ നിൽക്കണം എന്ന് നിർബന്ധിക്കാനും വേണ്ടിയിട്ട് ഇവർ പരസ്പരം മത്സരിക്കും. പലപ്പോഴും അത് വലിയ വൈരം തന്നെ ആയിത്തീരുകയും ചെയ്യും. ഇത് സപത്നിയുടെ പുത്രന്, അപ്പോ ശത്രുവിന്റെ പുത്രന് ഇതാ വലിയ വിജയം കൈവരുന്നു. സപത്നി ആരാ? ശത്രുവാണ്. സപത്നിയുടെ പുത്രനോ ശത്രു തന്നെയാണ്. അതാണ് അരേഹെ, അരിക്ക്, ശത്രുവിന് ഇത്രയും വലിയ വിജയം വരുമ്പോ, വൃദ്ധി വരുമ്പോ അതിൽ ഈ ലോകത്തിൽ ബുദ്ധിയുള്ളവർ ആരാണ് സന്തോഷിക്കുക? അങ്ങനെ ശത്രുവായ രാമന്റെ സപത്നിയായ കൗസല്യയുടെ മകൻ ശത്രുവായ രാമൻ മന്ധര വ്യാഖ്യാനിച്ച് കേൾപ്പിച്ച് കൈകേയിയുടെ മനസ്സിൽ വലിയ വലിയ വ്യാകുലതകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. അത് ഈ അഭിവൃദ്ധി, രാമനുണ്ടാകുന്ന അഭിവൃദ്ധി നിനക്ക് മരണകാരണമാണ്. നിന്റെ മരണം പോലെ, ഭരതന്റെ മരണം പോലെ ഇതാ മുന്നിൽ വന്ന് നിൽക്കുന്നു. ബുദ്ധിയുള്ളവരാരെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ സന്തോഷിക്കുമോ? യഥാർത്ഥത്തില് രാമന് ഭരതനോട് യാതൊരു സ്നേഹവും ഉണ്ടാവില്ല. ഭരതാദേവ രാമസ്യ രാജ്യസാധാരണാത് ഭയം. രാമന് ഭരതനോട് ഭയമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഭരതന് ഈ രാജ്യത്തിൽ തുല്യമായ അവകാശമുണ്ട് രാമനുള്ളതുപോലെ. രാമനും ഭരതനും തമ്മിലെ പ്രായത്തിന് എന്താ വ്യത്യാസമുള്ളത്? വളരെ നേരിയ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ ഭരതനുമുണ്ട് അവകാശം. ഭരതന് ആ അവകാശം ചോദിച്ചേക്കാം. ഭരതനും വീരൻ തന്നെയാണ്, യോദ്ധാവ് തന്നെയാണ്, ബന്ധുബലം ഏറെയുള്ളവനാണ്. കേകയ രാജ്യം അങ്ങേയറ്റം കരുത്തുറ്റതാണ്. അങ്ങനെയൊക്കെയുള്ള ആ ഭരതനെ കുറിച്ച് രാമന്റെ ഭയത്തിൽ, രാമന്റെ മനസ്സിൽ ഭയമുണ്ട്. കാരണം ഭരതൻ രാജ്യം ചോദിച്ചേക്കാം, അധികാരത്തിന് വേണ്ടിയിട്ട് തന്നോട് മത്സരിച്ചേക്കാം. ഇതിനൊന്നിനും, മന്ധരയുടെ ഈ വാദങ്ങൾക്കൊന്നിനും സത്യവുമായി ബന്ധമില്ല. പക്ഷേ മന്ധര അങ്ങനെ ഒരു മാനസികാവസ്ഥയെ കൈകേയിയുടെ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുകയാണ്. ഇത് എനിക്ക് നന്നായി അറിയാം. മന്ധര പറയുന്നു, തത് വിചിന്യ വിഷണ്ണാസ്മി. ഇത് ചിന്തിച്ചിട്ട് ഞാൻ അങ്ങേയറ്റം ദുഃഖിതയാണ്. നാളെ നിന്റെ അവസ്ഥ എന്താകും? നാളെ ഭരതന്റെ അവസ്ഥ എന്താകും? ഭരതന് ആരൊക്കെയാണോ ഇഷ്ടക്കാരായിട്ടുള്ളത് അവരുടെയൊക്കെ അവസ്ഥ എന്താകും? ഭരതനോട് രാമന് ഭയമുണ്ടെങ്കിൽ
രാമൻ ഭരതനോട് ക്രൂരമായി പ്രവർത്തിക്കും. അതേ പ്രവൃത്തി ഭരതന് ആരോടൊക്കെ സ്നേഹമുണ്ടോ അവരോടൊക്കെ ഉണ്ടാകും. അങ്ങനെ അവരെല്ലാവരും വിപത്തിൽപ്പെടും. അവർക്ക് വിപത്തുണ്ടാകും എന്ന് ഉറപ്പ്, ഭരതന് വിപത്തുണ്ടാകുമെന്ന് ഉറപ്പ്. വലിയൊരു സിദ്ധാന്തം മന്ധര ഇവിടെ അവതരിപ്പിക്കുന്നു. ഭയം ഭീതാധീജായത്തെ. ഭയം, ആപത്ത് ആരിൽ നിന്നാണ് ഉണ്ടാവുക? ഭയക്കുന്നവനിൽ നിന്നിട്ടാണ് ഉണ്ടാവുക. രാമൻ ഭരതനെ ഭയക്കുന്നു. അങ്ങനെയുള്ള ഭരതന് രാമനിൽ നിന്ന് ആപത്തുണ്ടാകും ഉറപ്പ്. ഭരതന് വേണ്ടപ്പെട്ടവർക്കും രാമനിൽ നിന്ന് ആപത്തുണ്ടാകും. ഭയം ഭീതാധീജായതേ. ഇത് ഓർത്തിട്ട്, ഭയക്കുന്ന രാമനിൽ നിന്നിട്ട് ഭരതാദികൾക്ക് വിപത്തുണ്ടാകുമെന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങേയറ്റം ദുഃഖിക്കുന്നു. ഒരുപക്ഷെ അല്ലയോ കൈകേയി, നീ ചോദിച്ചേക്കാൻ ലക്ഷ്മണന് ഭയമില്ലേ എന്ന്. ലക്ഷ്മണന് ഭയം ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്നാൽ ലക്ഷ്മണനെ കുറിച്ച് രാമനും ഭയമില്ല. അവർ രണ്ടുപേരും രണ്ട് ശരീരമാണെന്നേ ഉള്ളൂ. അവർ രണ്ടുപേരും ഒരേ മനസ്സാണ്. എല്ലാ കാര്യത്തിലും അവര് ഒരുമിച്ചാണ്. രാമന്റെ മനസ്സ് ലക്ഷ്മണനാണ്, ലക്ഷ്മണന്റെ മനസ്സ് രാമനാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെയേറെ കരുത്തോടു കൂട്ടിയിട്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കും. അവരുടെ സംഘടിതമായ ശക്തിയായിരിക്കും ഭരതനെ അഭിമുഖീകരിക്കേണ്ടി വരിക. അങ്ങനെ അധികാരം രാമന് കിട്ടിക്കഴിഞ്ഞാൽ സഹായിയായിട്ട് വീരനായ ലക്ഷ്മണൻ ഉറപ്പായി കൂടെ ഉണ്ടാകും എന്ന് ഏവർക്കും അറിയും. അതുകൂടി ആയിക്കഴിഞ്ഞാൽ രാമൻ പിന്നെ എന്തെന്തൊക്കെയാ ചെയ്യുക? മന്ധര തന്റെ ഭാവനകളെയെല്ലാം, പാപമയമായ ഭാവനകളെല്ലാം കൈകേയിയുടെ ഹൃദയത്തിലേക്ക് ക്രമപ്രവൃദ്ധമായിട്ട് ഇങ്ങനെ അടിച്ചു കയറ്റുകയാണ്. ഹൃദയത്തിനുള്ളിലേക്ക് കൈകേയിയുടെ എല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് കുറേശ്ശെ 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 വിപത്തുകൾ ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെ വിപത്തിന്റെ ഒരു സമുദ്രത്തെ തന്നെ കൈകേയിയുടെ മനസ്സില് ഭയം ഉളവാകുമാറ് പ്രതിഷ്ഠിക്കുകയാണ്. പ്രാപ്താം വസുമതീം പ്രീതിം പ്രതീതാം ഹതവിദ്വിഷം ഉപസ്ഥാസ്യതി കൗസല്യാം ദാസീവത്വം കൃതാഞ്ജലി. ഇതാണ് ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോവുക. ശ്രീരാമന് ഈ ഭൂമിയെ കിട്ടിക്കഴിഞ്ഞാൽ, ഈ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ വർദ്ധിച്ചതായ സന്തോഷം ശ്രീരാമനുണ്ടാകും, വിജയം ശ്രീരാമനുണ്ടാകും. ശ്രീരാമന്റെ ശത്രുക്കളെല്ലാം ഇല്ലാതായിത്തീരും. ശ്രീരാമന് ഈ ലോകത്തിൽ ആരും ശത്രുവും ഇല്ല, നമുക്കറിയാം. പക്ഷേ അങ്ങനെയാണ് എന്ന് കൈകേയി വിശ്വസിക്കണം. അതിനു വേണ്ടിയിട്ട് മന്ധര ഇങ്ങനെ ക്രമേണ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. കുറേശ്ശെ ആയിട്ട് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. വളരെ ബുദ്ധിപൂർവകമായ സംഭാഷണമാണ് മന്ധര നടത്തുന്നത്. വിദേശികളെല്ലാം, ശത്രുക്കളായിട്ടുള്ളവരെല്ലാം പൂർണ്ണമായിട്ടും തകർന്നടിയും. രാമനെ എതിർക്കാൻ പിന്നെ ഈ ഭൂമിയിൽ ആരും തന്നെ ഉണ്ടാവില്ല. കൗസല്യയായിരിക്കും പിന്നെ ഈ രാജ്യത്തിൽ അധിനായികയായിട്ട് വിരാജിക്കുക. ആ അവസരത്തിൽ നിനക്ക് പിന്നെ മറ്റെന്താ മാർഗം? ഒരു ദാസിയെപ്പോലെ കൈകൂപ്പിക്കൊണ്ട് അവളുടെ ആജ്ഞകളെല്ലാം അനുസരിക്കാൻ നീ അവരുടെ നിഴലായി കൂടെ നിൽക്കേണ്ടി വരും. കിങ്കരിയായിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട് ആജ്ഞ കേൾക്കാൻ, ആ ആജ്ഞ കേട്ടുകഴിഞ്ഞാൽ ഉടനെ തന്നെ നടപ്പിലാക്കാൻ തയ്യാറായി നിൽക്കുന്നവനാണ് കിങ്കരൻ. അങ്ങനെ തയ്യാറായി നിൽക്കുന്നവളാണ് കിങ്കരി. നീ കൗസല്യയുടെ വെറും ബാല്യക്കാരിയായി മാറും. കൈകൂപ്പി അവൾക്ക് കീഴടങ്ങി അവളുടെ ആജ്ഞകൾ അനുസരിക്കാൻ തയ്യാറായി നിൽക്കേണ്ടി വരും. എന്ന് മാത്രമല്ല, നിന്റെ പുത്രന്റെ അവസ്ഥയോ? പുത്രശ്ച തവ രാമസ്യ പ്രേഷ്യത്വം ഹി ഗമിഷ്യതി. നിന്റെ പുത്രനായ ഭരതൻ രാമന്റെ പ്രേഷ്യനായി തീരും, കിങ്കരനായി തീരും. ഓരോരോ ജോലി ചെയ്യാനായിട്ട് ആരെയാണോ പറഞ്ഞയക്കുന്നത് അവരെയാണ് പ്രേഷ്യൻ എന്ന് പറയുക.
ഇങ്ങനെ രാമൻ ഓരോ ചുമതലകൾ ഏൽപ്പിച്ചിട്ട് ഓരോന്നിനായിട്ട് നിന്റെ മകനെ പറഞ്ഞേക്കും. രാജകുമാരൻ എന്നുള്ള സ്ഥാനം എവിടെയോ അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. വെറും ഒരു ആജ്ഞാപാലകൻ അത് മാത്രമായി തീരും. നിന്റെ പുത്രനായിരിക്കുന്ന ഭരതൻ തന്റെ പുത്രന് വിപത്ത് വരും, ദുഃഖം വരും എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞ് കേട്ടുകഴിഞ്ഞാൽ ഏതൊരമ്മയ്ക്കും ദുഃഖമുണ്ടാകും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ശരിക്ക് യുവരാജാവാകേണ്ട ആളാണ് രാമൻ. രാജാവായിരിക്കുമ്പോൾ യുവരാജാവാകേണ്ട ആളാണ് ഭരതൻ. ദശരഥൻ രാജാവായിരിക്കുമ്പോൾ രാമൻ യുവരാജാവാകണം. രാമൻ രാജാവായി കഴിഞ്ഞാൽ ഭരതനാണ് യുവരാജാവ്. കാരണം രാമനേക്കാൾ ഒരു ദിവസം പ്രായക്കുറവുള്ള രാജകുമാരനാണല്ലോ അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് യുവരാജ്യം രാമന്റെ രാജ്യാധിപത്യത്തിൽ ഉണ്ട്. ആ സ്ഥാനത്ത് വിരാജിക്കേണ്ടയാള് രാമന്റെ കിങ്കരനായി പോകും. അതാണ് നിസ്സാരീകൃതനായി പോകും. അങ്ങനെ വരുമ്പോഴോ രാമന്റെ ആളുകളെല്ലാം അങ്ങോട്ട് വളരെയേറെ സന്തോഷിക്കും. കൃഷ്ണ ഖലു ഭവിഷ്യന്തി രാമസ്യ പരമാ സ്ത്രീയ. രാമന്റെ സ്ത്രീകൾ എന്നുവെച്ചാൽ സീത, പിന്നെ രാമന് വേണ്ടപ്പെട്ട ആളുകളുടെ സ്ത്രീകൾ, ലക്ഷ്മണപത്നിയായ ഊർമിള, അതേപോലെ രാമന്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരുടെ പത്നിമാര്, അവരെല്ലാം സന്തോഷിക്കും. എന്താ, ശ്രീരാമനാണ് ചക്രവർത്തി, ശ്രീരാമൻ അവർക്ക് അനുകൂലനാണ്, ശ്രീരാമൻ ഉള്ളപ്പോഴേക്കും അവർക്കെല്ലാ ശക്തിയും കരുത്തും സ്ഥാനമാനങ്ങളുമുണ്ട്, അവരെല്ലാം സന്തോഷിക്കും. എന്തായിരിക്കും ഭരതന്റെ പത്നിയുടെ അവസ്ഥ? അപ്രഹൃഷ്ട ഭവിഷ്യന്തി സൃഷാസ്തേ ഭരതക്ഷയേ.